ഓക്കെ. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് കൺവെൻഷണൽ മെത്തേഡും ആൻഡ് DBMSും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്. ഓക്കെ, ഈ കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമല്ല, നമ്മൾ ഈ പേപ്പറിൽ എഴുതുന്നതിനെയാണ് ഈ പേപ്പറിൽ നമ്മൾ ടേബിൾ വരയ്ക്കുന്നില്ലേ, അതിനെയാണ് കൺവെൻഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെത്തേഡാണ് DBMS മെത്തേഡ് എന്ന് പറയുന്നത്. DBMS മെത്തേഡ് ഒന്നുമില്ല, നമ്മൾ ചെയ്ത SQL സോഫ്റ്റ്വെയർ ഇല്ലേ, ഈ SQL സോഫ്റ്റ്വെയർ ആണ് ആക്ച്വലി DBMS എന്ന് പറയുന്നത്. അപ്പോൾ SQL സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് എന്താണ്, ടേബിളിൽ ക്രിയേറ്റ് ചെയ്യണത് അല്ലേ. അപ്പോൾ DBMS എന്ന് പറയുമ്പോൾ എന്താണ്, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് DBMS എന്ന് പറയുന്നത്. അതേപോലെ വേറൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏത് രീതിയിലാണ്, പേപ്പറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ പേപ്പറിനേക്കാൾ എന്തുകൊണ്ടാണ് SQL ഒരു ഗുണമായി മാറുന്നത്, അതാണ് ഇവിടെ എഴുതാൻ വേണ്ടി പറയുന്നത്. ഒന്നാമത്തെ ഗുണമാണ് റിഡൻഡൻസി കുറയ്ക്കുന്നു. റിഡൻഡൻസി എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഡ്യൂപ്ലിക്കേറ്റിനെയാണ് നമ്മൾ റിഡൻഡൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ ഒരു പേപ്പറിൽ ടേബിൾ വരയ്ക്കുകയാണെന്ന് വെച്ചോ. ഇപ്പോൾ നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം എന്താണ്, എഴുതിയ കാര്യം തന്നെ വീണ്ടും എഴുതാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ അല്ലേ. ഇപ്പോൾ ടേബിൾ വരച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസിന് എഴുതി പോവാണ്. ഇപ്പോൾ സോജയുടെ പേര് ഞാൻ എഴുതി വിട്ട്, വീണ്ടും 100ാമത്തെ റോ വരുമ്പോൾ വീണ്ടും സോജയുടെ ആ പേര് അല്ലെങ്കിൽ സോജയുടെ ആ ഒരു ഡീറ്റെയിൽ വീണ്ടും എഴുതാനുള്ള ചാൻസ് ഇല്ലേ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡൻഡൻസി എന്ന് പറയും, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് പേപ്പറിൽ എഴുതിയാൽ. പക്ഷേ SQL സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് വരത്തില്ല, ഇത്തരത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വരാനുള്ള ചാൻസ് കുറയുകയാണ്. ഓക്കെ, രണ്ടാമത്തെ പോയിൻ്റാണ് ഇൻകൺസിസ്റ്റൻസി കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇൻകൺസിസ്റ്റൻസി കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ്, ഞാനിപ്പോൾ പേപ്പറിൽ കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽ എഴുതി. ഇപ്പോൾ നമ്മുടെ ബർട്ടില്ലയുടെ പേര് എഴുതി, അവളുടെ ഫോൺ നമ്പർ ഇവിടെ എഴുതിയെന്ന് വെച്ചോ. അപ്പോൾ അവളുടെ ഫോൺ നമ്പർ 90 ആണെന്ന് വെച്ചോ. അപ്പോൾ പേപ്പറിൽ എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട്, ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന പേപ്പറിൻ്റെ കോപ്പിയാണ്, ഇതെൻ്റെ കയ്യിലാണ് ഈ പേപ്പറിൻ്റെ കോപ്പി ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു കോപ്പി എടുത്ത് ഞാൻ ആർക്ക് കൊടുത്തു, ആൻസി ടീച്ചറിന് കൊടുത്തു. അപ്പോൾ ആൻസി ടീച്ചറിൻ്റെ കയ്യിൽ ഇതേ സെയിം കോപ്പിയിലുണ്ടായിരിക്കുന്നത്. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്, ബർട്ടില്ല, ഫോൺ നമ്പർ വന്നിട്ട് 90 അല്ലേ. ഇതിനൊരു കോപ്പിയല്ല അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ബർട്ടില്ല അതിൻ്റെ അടുത്തൊന്ന് പറയുകയാണ്, സാർ എൻ്റെ ഫോൺ നമ്പർ 90 അല്ല 92 ആണ്. ഞാൻ അവിടെ ചേഞ്ച് ചെയ്തു, എൻ്റെ പേപ്പറിൽ ഞാൻ എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. പക്ഷേ ഇവിടെ ആൻസി ടീച്ചറിൻ്റെ ചേഞ്ച് ആയിട്ടുണ്ടോ, ഇല്ല അല്ലേ. അപ്പോൾ ബർട്ടിലയുടെ നമ്പർ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ഥലത്ത് വന്നിട്ട് 92, ഒരു സ്ഥലത്ത് വന്നിട്ട് എന്താണ് 90 ആണ്. അപ്പം ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ രണ്ടിടത്തും രണ്ട് രീതിയിൽ കൊടുത്തിരിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷേ ഇതേ സംഭവം തന്നെ ഞാൻ ഡേറ്റാ ബേസിൽ ഉപയോഗിച്ച ഒരു ടേബിൾ, അതായത് ബർട്ടിലയുടെ ഈ ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത് 92 എന്ന് കൊടുത്തു. ഇതിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ആർക്ക് കൊടുത്തു, വേറൊരു കമ്പ്യൂട്ടർ, ആൻസി ടീച്ചറിൻ്റെ കമ്പ്യൂട്ടറിൽ അയച്ചു കൊടുത്തു. അവിടെ എവിടെയും 90 തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ 92 ഇവിടെ ചേഞ്ച് ചെയ്താൽ അപ്പം തന്നെ ഇവിടെ എന്താവും, SQL സോഫ്റ്റ്വെയർ ആണെങ്കിൽ അപ്പം തന്നെ ഇവിടെ എന്താവും, ആ 92 അവിടെ ചേഞ്ച് ആവും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഇവിടെ ഞാൻ എന്ത് മാറ്റം വരുത്തിയാലും അപ്പം തന്നെ ഇവിടെ മാറുന്നുണ്ട്. അതുകൊണ്ട് എന്താവുന്നു, ഇൻകൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യും. മൂന്നാമത്തതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നിങ്ങളുടെ SQL സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിൽ നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് വെച്ചോ. ഈ ടേബിൾ നിങ്ങൾക്ക് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. അതാണ് ഡേറ്റ ക്യാൻ ബി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ, ഒരു ഡേറ്റയെ തന്നെ മറ്റൊരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ. ഷെയർ ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, മൂന്നാമത്തെ പോയിന്റ് ഡേറ്റ ക്യാൻ ബി ഷെയർ. ഇപ്പോൾ ഒരു പോയിന്റ് ഓടിച്ചു റിഡൻഡൻസി എന്നാണെന്ന് വെച്ചു, റിഡൻഡൻസിനെ കൺട്രോൾ ചെയ്യുന്നു അല്ലേ. രണ്ടാമത്തത് ഇൻകൺസിസ്റ്റൻസിനെ കൺട്രോൾ ചെയ്യുന്നു. മൂന്നാമത്തത് നമുക്ക് ഡേറ്റ ഷെയർ ചെയ്യാൻ പറ്റും. നാലാമത്തതാണ് സെക്യൂരിറ്റി നൽകുക. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ സുരക്ഷിതത്വം നൽകുന്നു. സുരക്ഷിതത്വം എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമ്മൾ SQL സോഫ്റ്റ്വെയറിൽ നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചോ, അതിന് നിങ്ങൾക്കൊരു പാസ്വേഡ് കൊടുത്താൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റൂലേ. ഒരു പാസ്വേഡ് കൊടുത്താൽ നിങ്ങൾക്ക് മാത്രം അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ലേ ആ പാസ്വേഡ് ഉപയോഗിച്ച് ആ ടേബിൾ കാണത്തുള്ളൂ, വേറെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ. എന്നാൽ പേപ്പറിൽ നമുക്ക് എങ്ങനെ പാസ്വേഡ് കൊടുക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്, റിഡൻഡൻസിനെ കുറയ്ക്കുന്നു, അത് ഡ്യൂപ്ലിക്കേറ്റ് വരാതെ കൺട്രോൾ ചെയ്യുന്നു, ഇൻകൺസിസ്റ്റൻസി കുറയ്ക്കുന്നു, ഡേറ്റ ക്യാൻ ബി ഷെയർ, അതായത് നമുക്ക് ഡേറ്റകൾ പരസ്പരം പങ്കുവയ്ക്കാൻ സാധിക്കുന്നു, ദെൻ സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കുന്നു. എങ്ങനെ, ഒരു പാസ്വേഡ് നൽകുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു സെക്യൂരിറ്റി കൊടുക്കാൻ സാധിക്കുന്നു. സോ ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.